നമസ്കാരം. നമുക്കിനി വരാൻ പോകുന്ന ഏറ്റവും വലിയ വിശേഷമാണ് മഹാശിവരാത്രി. ആലുവക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ മഹാ ആലുവ ശിവരാത്രി. ശിവരാത്രി എല്ലാ മഹാക്ഷേത്രങ്ങളിലും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രധാനമുള്ള ഒരു ദിവസമാണ് ശിവരാത്രി. 1000 ഏകാദശി നോക്കുന്നതിന് തുല്യമാണ് ഒരു ശിവരാത്രി നോറ്റത്. അത്രയ്ക്കും ഫലമാണ് ശിവരാത്രി എന്ന് പറയുന്നത്. ശിവരാത്രി നോയമ്പും ഉപവാസമൊക്കെ എടുക്കുന്നവരുണ്ട്. ശിവരാത്രിക്ക് ഒരിക്കലുള്ള ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് ഓരോ കാര്യം ചെയ്യും. ഈ ശിവരാത്രിയുടെ മഹാത്മ്യം എന്താണെന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാം. ശിവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ രാത്രി, നമ്മുടെ എല്ലാവരുടെയും രാത്രി. ശിവൻ എന്ന് പറഞ്ഞാൽ നന്മ, പുണ്യം. ശിവൻ്റെ ശാ പോയാൽ ശവമാണ്. അപ്പം മനുഷ്യൻ എപ്പോഴും ശിവമാണ്, ശിവമയം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോഹം ശിവമാർഗപ്രണതേതനം പ്രദോസ്മി സദാശിവം. മഹാദേവൻ എന്ന് പറഞ്ഞാൽ ദേവാദിദേവനാണ്. എല്ലാ ദേവന്മാരുടെയും ദേവനാണ് മഹാദേവൻ. മഹാദേവനെ ഭജിച്ചാൽ വേനൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അത്രത്തോളം മഹത്വമാണ് മഹാദേവൻ. ശ്രീരാമസ്വാമി ആയാലും ശ്രീകൃഷ്ണനായാലും മഹാവിഷ്ണു ആയാലും എല്ലാവരും ഭജിക്കുന്നതാണ് മഹാദേവന്. ഈ ശിവരാത്രി എങ്ങനെയുണ്ടായി നോക്കാം. ദുർവാസാവിന് ഒരു മാല കിട്ടി, പൂമാല കിട്ടി. അതിന് പിന്നിലേക്ക് ഒരുപാട് വലിയ കഥയാണ്, എങ്കിലും പൂമാല കിട്ടി. ഈ പൂമാല ദുർവാസാവ് എന്ത് ചെയ്തു? ദേവേന്ദ്രന് സമ്മാനിച്ചു. ഞാൻ സന്യാസിക്ക് എന്തിനാ പൂമാല, സുഗന്ധമൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ദേവേന്ദ്രനെ സമ്മാനിച്ചു. ദേവേന്ദ്രൻ എന്ന് വിചാരിച്ചു കുളിച്ച് സുന്ദരനായിട്ടൊക്കെ ധരിക്കാമെന്ന് വിചാരിച്ച് ഐരാവതത്തിന് പുറത്തു. ഐരാവതം എന്ന് പറഞ്ഞ ആനയാണ്, അത് ജീവിയാണ്. വണ്ടുകളൊക്കെ വന്ന് ഇതിൻ്റെ ഈ പൂവിലും തേൻ കുടിക്കാൻ വന്നപ്പോൾ ഈ വണ്ടുകൾ അരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആനയ്ക്ക് ഇറിറ്റേഷനായി. ആന എന്ത് ചെയ്തു? ആ മാല തോണ്ടി താഴെയിട്ട്, തുമ്പിക്കൈ കൊണ്ട് താഴെയിട്ട് ചവിട്ടിക്കൂട്ടി. ഇത് ദേവേന്ദ്രൻ അറിഞ്ഞില്ല. ദേവേന്ദ്രൻ സഞ്ചരിക്കുകയാണല്ലോ. ഈ ദുർവാസാവ് തിരിച്ചു വന്നപ്പോൾ ഈ താൻ കൊടുത്ത വിലയേറിയ മാല ചവിട്ടിക്കൂട്ടിയപ്പോൾ സങ്കടം വന്നു. അദ്ദേഹം ശപിക്കുകയാണ്. ദുർവാസാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ദേഷ്യമുള്ള ഒരാളാണ്. അദ്ദേഹം ശപിക്കുകയാണ്. എന്താ ശപിച്ചത്? ഈ നിങ്ങളുടെ കുലം മുഴുവൻ, അതായത് ദേവകുലം മുഴുവൻ ജരാനരകൾ വന്ന് പോട്ടെ എന്ന് പറയും. ജരാനരകൾ എന്ന് പറയുമ്പോൾ ആർക്കും പൈസാവാൻ ഇഷ്ടമല്ലല്ലോ. ഇപ്പോഴും ആൾക്കാരെല്ലാം ഡയ്യൊക്കെ ഇടിച്ചാണ് നടക്കുന്നത്. ആർക്കും ഇഷ്ടമില്ലാത്ത സംഭവമാണ് വാർദ്ധക്യം. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ദുർവാസാവിൻ്റെ ശാപമേറ്റു. എല്ലാവരും പ്രായമായി, പെട്ടെന്ന് എല്ലാവർക്കും സങ്കടമായി. ദേവേന്ദ്രൻ കാരണമാണ് സംഭവിച്ചത്. എല്ലാ ദേവങ്ങളും ഈ പരിഹാരവാർത്ഥം മഹാവിഷ്ണു നടത്തിയെന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ പറഞ്ഞു, ഒറ്റ പരിഹാരമുള്ളൂ. പാലാഴി എന്ന് പറഞ്ഞ ആ സമുദ്രം കടഞ്ഞ് അമൃതം എടുത്തു കൊണ്ടുവരിക. പാലാഴി നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പാലൊക്കെ കാച്ചി, പഴയ കാലത്തൊക്കെ പാലൊക്കെ കാച്ചി ഉറൊഴിച്ച് കടകോലിച്ച് കടയും വെണ്ണ വരും. അതായത് ഏറ്റവും നല്ല സത്തായ വെണ്ണ. അതുമാതിരി പാലാഴി കടഞ്ഞ് അമൃതം എടുത്തു വന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് തിരിച്ച് യൗവനം കിട്ടുമെന്ന് പറയും. പിന്നെ അതിനുള്ള ശ്രമമായി. എല്ലാവരും പോയി അസുരന്മാരെ, ഇവർക്ക് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ, അസുരന്മാർ വിളിച്ചു. അതായത് നന്മകളും തിന്മകളും കൂടി ചേർന്നാലേ എല്ലാ കാര്യം നടക്കും. അങ്ങനെ അസുരന്മാരെ വിളിച്ച് അസുരന്മാർ വന്നു. അങ്ങനെ വാസുകിയെ മന്ധേരു പർവ്വത്തെ ഇതാക്കി കടകോലാക്കി വാസുകിയെ കൊണ്ട് അതിനെ ചുറ്റിച്ച് അതിന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ ഈ സമുദ്രത്തിൽ നിന്നും പാലാഴിൽ നിന്നും പല സാധനങ്ങൾ വന്നു. ജ്യേഷ്ഠാഭഗവതി, മഹാലക്ഷ്മി, ഉപ്പ്, അങ്ങനെ ഒരുപാട് സാധനം വന്നു. ഒരു സാധനം വന്നു, വിഷം വന്നു. ഈ വിഷം വന്നപ്പോൾ ഈ വിഷം കാളകൂട വിഷമാണ്, ഭയങ്കര വിഷമാണത്. ആ വിഷം ഭൂമിയിലൂടെ ഭൂമി മുഴുവൻ നശിച്ചു പോകും. ആകാശത്തിലെ ദേവന്മാരെ ഈ യൗവനുണ്ടാക്കാൻ പോയ ആൾക്കാർക്ക് നശിച്ചു പോരില്ലേ. വേഗം മഹാദേവൻ എന്ത് ചെയ്തു? എല്ലാത്തിനും പരിഹാരമായിട്ടാണ് വിഴുങ്ങി. മഹാദേവന് വല്ലതും സംഭവിച്ചാൽ പാർവ്വദേവ് വിധയാവും. വിധവയാവാതിരിക്കാൻ വേണ്ടി പാർവ്വദേവ് ഇത് കഴുത്തി പിടിച്ചാക്കി. അതാണ് നീലകണ്ഠൻ എന്ന് പറയുന്നത്. സാധാരണ ഒരു പാമ്പ് കടിച്ച് നമ്മളെന്താ ചെയ്യുക? അത്താഴമൊക്കെ ഉപയോഗിച്ച് ഭക്ഷണമൊക്കെ ഉറക്കമൊക്കെ ഉപയോഗിച്ച് ഉറക്കൊളച്ചിരിക്കും. അപ്പോൾ അതെല്ലാ ദേവന്മാരും മഹാദേവൻ്റെ ഒപ്പം ലോകം മുഴുവൻ മഹാദേവൻ ഉറക്കൊളച്ചു, ഭഗവാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാനെ ആരും രക്ഷിക്കേണ്ട, അതൊരു കഥയാണ്. എങ്കിലും അങ്ങനെയാണ് ശിവരാത്രി എന്നൊരു ഇതുണ്ടായത്. മഹാശിവരാത്രിക്ക് ദുഷ്ടരായ ഒരാൾ പോലും അറിയാതെ പോലും ഒരു കൂളത്തിൻ്റെ ഇട്ടാൽ അവർക്ക് മോക്ഷം കിട്ടുന്നതാണ് പറയുന്നത്. കഥകളൊക്കെ നീണ്ടുപോകും. അപ്പോൾ മഹാശിവരാത്രി അത്രയും പരിപാവനമായ മഹാശിവരാത്രിയാണ് വരുന്നത്. 1000 ഏകാദശി നോക്കുന്നതിന് തുല്യമാണ് ഒരു ശിവരാത്രി എടുത്താൽ. അപ്പോൾ ശിവരാത്രി വ്രതം എങ്ങനെ എടുക്കാം, അതാണ് നമുക്ക് നോക്കുന്നത്. തലേ ദിവസം തന്നെ. മാത്രമല്ല ഈ പ്രാവശ്യത്തെ ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയും ശിവരാത്രിയും കൂടെ ശിവരാത്രിയാണ് വരുന്നത്. പ്രദോഷമാണ് ശിവരാത്രി വരുന്നത്. അപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞ സൂര്യൻ്റെ ദിവസം, അത് മഹാദേവന് പ്രാധാന്യമുള്ള ദിവസമാണ്. ആ ദിവസം തന്നെ ശിവരാത്രി വരുമ്പോൾ നമുക്ക് വളരെയധികം പുണ്യമുള്ളൊരു ദിവസമാണ്. ഒരു ശിവരാത്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത കൊല്ലമാകുമ്പോഴേക്കും നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യങ്ങൾ നടന്നിരിക്കും. അത്രയ്ക്ക് പവർഫുള്ളാണ് ശിവരാത്രി.
ശിവക്ഷേത്ര ദർശനം നടത്തുക, മഹാദേവന് അഭിഷേകങ്ങൾ നടത്തുക, മഹാദേവന് കൂവളത്തിലർച്ചന നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ശിവരാത്രിക്ക് വ്രതമെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസം തന്നെ മത്സ്യമാംസാരം ഉപേക്ഷിച്ച് അത്താഴത്തിന് ചപ്പത്തിയൊന്നും കഴിക്കാം. പിറ്റേ ദിവസം പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പ് ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് ശിവക്ഷേത്രത്തിൽ ഭസ്മം തൊട്ട് ശിവക്ഷേത്രത്തിൽ പോയി നമശിവായ ചൊല്ലുക. എത്രത്തോളം നമശിവായ ചെല്ലാമോ അത്രത്തോളം നമശിവായ ചെല്ലാം. ഞാനും ശിവരാത്രി വ്രതം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശിവരാത്രിക്ക് ജലപാനം എടുക്കുന്നവരുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കുന്നവരെടുക്കുന്നുണ്ട്. പിന്നെ അസുഖങ്ങളും പ്രമേഹമൊക്കെ ഉള്ളവർ, ജീവിതശൈലി രോഗങ്ങളുള്ളവർ അവർ ഉച്ചയ്ക്ക് ഒരു നേരം ഊണ് കഴിക്കാം. പക്ഷേ നമ്മൾ ഉള്ളി ഉഴുന്നൊക്കെ ഉപേക്ഷിക്കണം. ഏകാദശി എടുക്കുന്നതിന് അത്ര വേണ്ടെങ്കിലും അരി ആഹാരം കഴിക്കാം, എങ്കിലും അത് വളരെയധികം ചുറ്റി ഒറ്റ നേരെ കഴിക്കാവൂ. രാവിലെ വൈകുന്നേരം ഫ്രൂട്ട്സോ പാലോ പഴമോ ഒക്കെ കഴിക്കാം, എന്നാലും കുഴപ്പമില്ല. രാത്രി ഉറങ്ങാതിരിക്കുക, ഏറ്റവും പ്രധാനം രാത്രി ഉറങ്ങാതിരിക്കുക. പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ച് പ്രകാശം, അതായത് സന്ധ്യാദീപം കണ്ട ശേഷം മാത്രമേ നമ്മൾക്ക് ഉറങ്ങാൻ പാടുള്ളൂ. അത്രത്തോളം പ്രാധാന്യമാണ് മഹാശിവരാത്രി. ഇങ്ങനെ വ്രതമെടുത്താൽ അവരുടെ ജീവിതം സായുജ്യമാവും, അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകും. ഇത് ഇത്രത്തോളം എടുക്കാൻ പറ്റാത്തവരും ഒരിക്കലെടുത്തും ശിവരാത്രി എടുക്കാം. ശിവരാത്രിയുടെ ദിവസം പാതിരയ്ക്ക് അഭിഷേകം കഴിഞ്ഞ് അവിടെ നിന്ന് പ്രസാദം കിട്ടും. ആ പ്രസാദം കഴിച്ചാണ് സാധാരണ പാരണ വീടാറ്. അമ്പലത്തിൽ 12 മണിക്കൊക്കെ അഭിഷേകമുണ്ട്. അഭിഷേകത്തിൻ്റെ പ്രധാനം കഴിച്ചാണ് പാരണ. ആലുവ മണപ്പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത ആലുവയാണ്. ആലുവ മണപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ എത്രമാത്രം ജനങ്ങളാണ്, ആപാലവൃദ്ധം ജനങ്ങളും ഉറക്കം വിളിച്ച് ഭഗവാന്റെ അഭിഷേകം കാണാൻ കാത്തിരുന്ന് അഭിഷേക തീർത്ഥം കഴിച്ച് കരിക്കും വെള്ളം കഴിച്ചാണ് രാത്രി പാരണ വീടുക. അത്രത്തോളം പ്രധാനമുള്ള ദിവസമാണ്. അതുപോലെ ആലുവ മണപ്പുറത്തിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ അത് ശ്രീരാമ ഭഗവാൻ ജടായുവിന് ബലിയിട്ടതായിട്ട് പറയുന്നത്. അതുകൊണ്ട് പിതൃകാരകനായ മഹാദേവനാണ് ആലുവ മണപ്പുറത്തുള്ളത്. അപ്പോൾ ശിവരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം ബലിയിടുന്നതിന് തെറ്റില്ല. കാരണം മമാവാസി വരാനായിട്ട് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. കാരണം ശിവരാത്രിക്ക് അങ്ങനെ പ്രാധാന്യമുണ്ട്. ശിവരാത്രി മുതൽ നമുക്ക് ബലിയിട്ട് തൊഴുതു വന്നാൽ പിതൃക്കൾക്കും അനുഗ്രഹമായി മനുഷ്യർക്കും അനുഗ്രഹമായി എല്ലാം കൊണ്ടും വളരെയധികം സന്തോഷ സമാധാനം തന്നെയാണ് ശിവരാത്രി. വലിയ വലിയ നാമങ്ങൾ ചൊല്ലിയിലും ഓം നമ ശിവായ ഓം നമ ശിവായ അല്ലെങ്കിൽ ശിവശിവ 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 എന്ന നാമം അന്ന് മുഴുവൻ ജപിക്കുകയും ആരെപ്പറ്റിയും കുറ്റം പറയുകയോ ആരെപ്പറ്റിയും ചിന്തിക്കാതിരിക്കുകയോ ഭഗവാനെ മാത്രം കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. സാമ്പത്തികം വേണമെങ്കിൽ ക്ലീം നമ ശിവായ, ക്ലീം ശിവായ നമ, ക്ലീം ശിവായ നമ, ഇത് കുറച്ച് നേരം ജപിക്കാം. ശിവസഹസ്രനാമം ജപിക്കാം, ശിവപുരാണം ജപിക്കാം. മഹാദേവനെ സംബന്ധിച്ച് എല്ലാം നമുക്ക് ചെയ്യാം. വൈകുന്നേരമായിട്ട് ക്ഷേത്രത്തിൽ പോവാം, രാവിലെ പോവാം, വൈകുന്നേരം പാതിരാ സമയത്ത് അഭിഷേകമുണ്ടാകും. അഭിഷേകം കണ്ട് തൊഴുതാലും വളരെയധികം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ശിവരാത്രി നോക്കുക, നമ ശിവായ ജപിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.